ചേച്ചി, നമ്മുടെ ഇന്നത്തെ ഒരു പെർഫോമർ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്, കുറച്ചും കൂടി നമ്മുടെ എപ്പിസോഡ് കളർഫുൾ ആക്കാനായിട്ട്. ഇന്നത്തെ ഒരു പെർഫോമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമയം വരെ, അതായത് പുരുഷന്മാരായിരുന്നു ഈ ഒരു കലാരൂപം കൂടുതൽ ചെയ്തിരുന്നത്. പക്ഷെ ഇപ്പോൾ സ്ത്രീകളും ഇതിലേക്ക് കടന്നു വരുന്നു. ഇതൊരു കോമ്പറ്റീഷൻ ഐറ്റമായി, ക്ഷേത്രകലയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കലാരൂപമാണ് സോപാന സംഗീതം. അപ്പൊ ആ ഒരു കലാരൂപവുമായിട്ട് അതിന്റെ ഒരു പെർഫോമൻസുമായിട്ട് ഒരു പെൺകുട്ടി നമ്മുടെ ഇന്നത്തെ ഷോയിലേക്ക് വരാൻ പോവാണ്. അപ്പൊ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം അല്ലേ? ഓക്കെ. സോ റെഡ് കാർപ്പറ്റിന്റെ വേദിയിലേക്ക് വളരെയധികം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു വൈദേഹി സുരേഷ്. അപ്പോൾ ഞങ്ങളുടെ റെഡ് കാർപ്പറ്റ് ഫാമിലിയിലേക്ക് സ്വാഗതം. താങ്ക് യു. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? പറയൂ. നല്ല വിശേഷം. നല്ല വിശേഷം. വൈദേഹി സുരേഷ് ഒരു വെറൈറ്റി നെയിം ആയിട്ടുണ്ടല്ലേ? കറക്റ്റ്. വെരി ഓൾഡ് നെയിം ആണ്. വെരി ഓൾഡ് നെയിം. ചേച്ചി എന്താ ചോദിക്കാനുള്ള ഈ സോപാന സംഗീതം എന്ന് പറയുമ്പോൾ ചേച്ചിയുടെ അത് കേട്ടിട്ടുണ്ട്, പക്ഷെ മിക്കവാറും എല്ലാവരും ആണുങ്ങളല്ലേ അത് ചെയ്യുന്നത്. നിങ്ങൾക്ക് എങ്ങനെ ഇൻട്രസ്റ്റ് വന്നു? ചേട്ടനും അച്ഛനും ഒക്കെ പാടുമായിരുന്നു. അങ്ങനെയാണ് ഈ പാട്ടിലേക്ക് കടന്നു വന്നത്. പിന്നെ 10-12 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ അമ്പലത്തിൽ ഐരാണിക്കുളം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ഞങ്ങളുടെ ഗുരുനാഥൻ ശ്രീയലൂർ ബിജു സാറ് സോപാന സംഗീതം അവതരിപ്പിച്ചു. അപ്പോൾ അത് കണ്ടിട്ട് ഒരുപാട് ഇഷ്ടമായി. അങ്ങനെ അച്ഛനാണ് ആളുടെ നമ്പറൊക്കെ സംഘടിപ്പിച്ച് ഞങ്ങൾ അവിടെ ചെന്ന് സോപാന സംഗീത പഠനം ആരംഭിച്ചത്. ഓ ഓക്കെ. എത്ര വർഷമായിട്ട് നിങ്ങൾ പഠിച്ചു? 12 വർഷത്തോളമായി. 12 വർഷമായിട്ട്. ഈ സോപാന സംഗീതം പഠിക്കുന്നുണ്ടോ? ചിരിക്കില്ലേ എപ്പോഴും ഇങ്ങനെ? അതെ, കുറച്ച് സോകമായിട്ടുണ്ട് അല്ലേ? സോബർ ലുക്ക്. ഗീത ചേച്ചിയുടെ ഏതെങ്കിലും മൂവിയൊക്കെ കണ്ടിട്ടുണ്ടോ? വൈശാലി കണ്ടിട്ടുണ്ട് മാഡത്തിന്റെ. വൈശാലി. അതെയോ? താങ്ക് യു. പിന്നെ എന്തൊക്കെയാണ് വേറെ വിശേഷങ്ങൾ? എന്താണ് പഠിക്കുന്നത്? കൊടുങ്ങല്ലൂർ KKTM ഗവൺമെന്റ് കോളേജ്. KKTM കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. ഓ, കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. അവിടെ മലയാളം വിദ്യാർത്ഥിയാണ്. മലയാള വിദ്യാർത്ഥിനിയാണ്. ഏത് വർഷമായി? 3-ാം വർഷം. 3-ാം വർഷമായി. മലയാളമാണോ ഭയങ്കര ഇഷ്ടമുള്ള ലാംഗ്വേജ്? +2 വരെ സയൻസ് ആയിരുന്നു. പിന്നെ അച്ഛൻ മലയാളം പ്രൊഫസറാണ്. പിന്നെ പാട്ട് കുറച്ചും കൂടി എളുപ്പത്തിൽ. സോപാന സംഗീതം ആകുമ്പോൾ കുറച്ചും കൂടി മലയാള അക്ഷരങ്ങളൊക്കെ പഠിക്കുന്നത് നല്ലതായിരിക്കും അല്ലെ? നമുക്ക് കൂടെ വന്നിരിക്കുന്ന അവരെ കൂടി എല്ലാവരും ഒന്ന് പരിചയപ്പെടാം. എല്ലാവർക്കും നമസ്കാരം. റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. അപ്പൊ ആരൊക്കെയാണ്? അച്ഛൻ, അമ്മ, ചേട്ടൻ. അപ്പൊ അച്ഛൻ തന്നെ ആദ്യം പരിചയപ്പെടാം. അച്ഛന്റെ പേര് സുരേഷ് നായർ എന്നാണ്. അതെ, സുരേഷ് നായർ. അപ്പൊ നമസ്കാരം. മലയാള അധ്യാപകനാണെന്ന് പറഞ്ഞു. അപ്പൊ ഈ സോപാന സംഗീതം വൈദേഹി പഠിക്കുമ്പോ ഈ മലയാള ലാംഗ്വേജിൽ എന്തെങ്കിലും ഹെൽപ്പ് ഒക്കെ ചെയ്തു കൊടുക്കാറുണ്ടോ? തീർച്ചയായിട്ടും. ഞാൻ എഴുതിയ കീർത്തനങ്ങൾ അവള് പാടുന്നുണ്ട്. ഒരുപാട് നല്ല കീർത്തനങ്ങൾ അവൾ ചൊല്ലുന്നുണ്ട്, ക്ലാസിക്കുകളായ പുന്താനം നമ്പൂരി തൊട്ടുള്ള. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ അവൾക്ക് മലയാളം പഠിക്കുകയായിരിക്കും കുറച്ചും കൂടി നല്ലതെന്ന് തോന്നിയിട്ടാണ്. നല്ല മാർക്കുള്ള കുട്ടിയാണ്. സന്തോഷാണ് അല്ലേ? തീർച്ചയായിട്ടും. ഒന്ന് കൂടുന്നതെല്ലാം സന്തോഷം. ഓക്കെ. ഇനി നമ്മുടെ ഗീത ചേച്ചിയോട് എന്താണ് ചോദിക്കാനുള്ളത്? നിങ്ങളൊക്കെ സിനിമ കാണുന്ന സമയത്ത് ഇവരുടെ മൂവീസ് ആയിരിക്കുമല്ലോ കണ്ടിരിക്കുക. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? വല്ല വിശേഷങ്ങൾ? ഒരുപാട് കണ്ടിട്ടുണ്ട്. പഞ്ചാഗ്നി മുതല് വൈശാലി. ഇപ്പൊ അവള് പറഞ്ഞ വൈശാലിയൊക്കെ വടക്കൻ വീരഗാഥ അതിഗംഭീരമാണ്. എണ്ണം കൊണ്ടല്ലെങ്കിലും അഭിനയിച്ചതിലെ വണ്ണം കൊണ്ട് വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരുപാട്. അതെ, അപ്പൊ കണ്ടതിൽ സന്തോഷം അല്ലേ? തീർച്ചയായിട്ടും കണ്ടതിൽ എൻ്റെ മകൾക്ക് അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായതിൽ പ്രത്യേകം സന്തോഷം. വിനീതമായ നമസ്കാരം. നമുക്ക് അമ്മയെ പരിചയപ്പെടാം. നമസ്കാരം ചേച്ചി. നമസ്കാരം. പേര്? ബിന്ദു. ബിന്ദു സുരേഷ്. ബിന്ദു സുരേഷ്. അപ്പൊ ചേച്ചി വർക്ക് ചെയ്യാണോ? ഞാനും വർക്ക് ചെയ്യാണ്. ചാലക്കുടിയില് കാർമൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വർക്ക് ചെയ്യണം. ടീച്ചറാണ്. മലയാളം തന്നെയാണോ? മലയാളം തന്നെയാണ്. മലയാളം തന്നെ. ഓ, അച്ഛനും അമ്മയും മലയാളം അധ്യാപകരാണ്. അപ്പൊ അതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു ഇഷ്ടം വന്നത് തന്നെ. ഇനി ഇതാണ് ചേട്ടൻ. പേര് വിഷ്ണു സുരേഷ്. വിഷ്ണു സുരേഷ്. വിഷ്ണു ആണ് എനിക്ക് തോന്നുന്നു സോപാനം സംഗീതത്തിലേക്ക് വൈദേഹിയെ ഒരു ഇഷ്ടം തോന്നാൻ ഒരു കാരണം അല്ലേ? മോട്ടിവേഷൻ അങ്ങനെ പറയാൻ പറ്റില്ല. കർണാടക സംഗീതത്തിലേക്ക് ഞാൻ കാരണമായിരിക്കും അവള് വന്നിരിക്കുക. അമ്പലത്തിൽ ഒരുപാട് ഉത്സവങ്ങളുണ്ട്. ആ ഉത്സവങ്ങളിലൊക്കെ ഈ ഇതുപോലെ കർണാടക സംഗീതത്തിന്റെ പരിപാടികൾ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയായിരിക്കും അവൾക്കൊരു ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ടാവുക സംഗീതത്തിൽ. പക്ഷെ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പ്രോഗ്രാംസ് ഒക്കെ ചെയ്യാറുണ്ട് അല്ലേ? രണ്ടുപേരും ആണ് പ്രോഗ്രാം ചെയ്യാറ്. അപ്പൊ വിഷ്ണു എത്ര വർഷമായി പഠിക്കാൻ തുടങ്ങിയിട്ട്? ഞാനൊരു 14 വർഷമായി ഉണ്ടാവും. എത്ര? 14. ഓക്കെ. പ്രോഗ്രാംസ് ചെയ്യാൻ തുടങ്ങിയിട്ടും ഒരു 12 വർഷമായി. 12 വർഷമായി. അപ്പൊ നമുക്ക് രണ്ടുപേരും പാട്ട് പഠിക്കുന്നവരാണ്, പാട്ട് പാടുന്നവരാണ്. അപ്പം ചേട്ടനും അനീത്തിയും കൂടി ഒരു പാട്ട് പാടട്ടെ. ആയിക്കോട്ടെ. റെഡി? കാണാം. യെസ്. സ്വപ്നങ്ങളെ
നിങ്ങൾ സ്വർഗകുമാരികളല്ലോ. സ്വപ്നങ്ങൾ സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗകുമാരികളല്ലോ. നിങ്ങളീ ഭൂമിയിൽ ഇല്ലായിരുന്നെങ്കിൽ നിശ്ചലം ശൂന്യമീ ലോകം. സ്വപ്നങ്ങൾ സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗകുമാരികളല്ലോ. ദൈവങ്ങളില്ല, മനുഷ്യരില്ല, പിന്നെ ജീവിത ചൈതന്യം ഇല്ല. ദൈവങ്ങളില്ല, മനുഷ്യരില്ല, പിന്നെ ജീവിത ചൈതന്യം ഇല്ല. സൗന്ദര്യ സങ്കൽപ്പ ശില്പങ്ങളില്ല, സൗഗന്ധിക പൂക്കളില്ല. സ്വപ്നങ്ങൾ സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗകുമാരികളല്ലോ. നിങ്ങളീ ഭൂമിയിൽ ഇല്ലായിരുന്നെങ്കിൽ നിശ്ചലം ശൂന്യമീ ലോകം. ആഹാ വെരി നൈസ് വോയിസ്. അതെ, രണ്ടുപേരുടെ വോയിസ് ഭയങ്കര രസമുണ്ടായിരുന്നു.